കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അന്ന് നീ എന്നോട് എന്തിനാ രുദ്രനെ കല്യാണം കഴിക്കാൻ പോവാന്ന് ചോദിച്ചപ്പോ എനിക്കപ്പോ ഒരു ഉത്തരം പറയാൻ പറ്റിയില്ല അർജുൻ. വീരഭദ്ര അമ്മാവൻ എന്റെ ഏട്ടനെ തടഞ്ഞു വെച്ച് കൊല്ലൊന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. നീ പറഞ്ഞതിലൊന്നും എനിക്ക് വിഷമമില്ല. തന്റെ സിറ്റുവേഷൻ ഓർത്ത് മാത്രമാ ഞാൻ അപ്പോ വിഷമിച്ചത്. സ്നേഹിച്ച് നിന്നെ വിട്ടിട്ട് രുദ്രനെ കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോ ഞാൻ ആകെ തളർന്നു പോയി അർജുൻ. ആ വിഷമം സഹിക്കാൻ വയ്യാതെ ജീവിതം അവസാനിപ്പിക്കാന്ന് കരുതിയത്. എന്നെ ഇവിടെ അങ്ങനെ തനിച്ചാക്കിയിട്ട് ഇയാൾക്ക് അങ്ങനെ മരിക്കാൻ പറ്റുമോ ഭവാനി? പ്രേമത്തിന് മരണമില്ല ഭവാനി. അതുകൊണ്ടാ നമ്മളിപ്പോ ഒന്നായത്. ഞാൻ വണങ്ങി വന്ന നാഗദേവതയാണ് എന്നോട് കരുണ കാണിച്ച് നമ്മളെ രണ്ടുപേരെയും ചേർത്ത് വെച്ചത്. ഞാൻ ഇത്ര കേണപേക്ഷിച്ചിട്ടും അവിടുത്തെ മനസ്സ് അലിയുന്നില്ലേ അമ്മേ? ജന്മം കൊടുത്ത കുഞ്ഞുങ്ങൾക്കായി ഒരു അമ്മയുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കുമെന്ന് അത് അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ലേ? ഞാൻ അനുഭവിക്കുന്ന മനോവേദന അവിടെ ഇനിയും മനസ്സിലാക്കുന്നില്ലേ? ദിവസവും ഞാൻ അമ്മയെ പൂജിച്ചിട്ടും എന്നോട് ഒരു കരുണയും തോന്നുന്നില്ലേ? നീ അടിയന് ദർശനം തന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കാതെ ഞാൻ ഇവിടുന്നും പോകില്ല. എന്റെ മകന്റെ ജീവൻ നീ എടുക്കുമെന്ന് പറഞ്ഞ ആ നിമിഷം മുതൽക്കേ എന്റെ മനസ്സ് പെടഞ്ഞാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. കരുണ കാണിക്കണേ അമ്മേ. തന്റെ മകന് വേണ്ടി ആ അമ്മയുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നറിയോ? സ്വന്തം മകൻ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്താണെന്ന് ഇപ്പൊ അവർക്ക് മനസ്സിലായല്ലോ. അതുപോലെ സ്വന്തം മകൻ നഷ്ടപ്പെട്ടപ്പോ ഞാൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവുമെന്ന് അവർക്കെന്താ മനസ്സിലാകാത്തത്? മകൻ നഷ്ടപ്പെട്ട വേദന എത്രമാത്രം വലുതാണെന്ന് അങ്ങേക്ക് മനസ്സിലാവില്ലേ? അമ്മയെ നിത്യവും വണങ്ങുന്ന ഭക്തർക്ക് സ്നേഹവും അനുഗ്രഹവും ചൊരിയുന്നതിന് പകരം ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ നിൽക്കുന്നത് ന്യായമാണോ അമ്മേ? മടങ്ങിയ കുലദൈവം തന്നെ ജീവനെടുക്കാൻ തുനിഞ്ഞു വന്ന എന്റെ വേദനയെല്ലാം ഞാൻ ആരോട് പോയി പറയും അമ്മേ? എന്റെ മകൻ അർജുന്റെ ജീവൻ എടുക്കുമെന്ന് നീ അന്ന് ശപഥം ചെയ്തതാണ്. ഒരു പെറ്റമ്മയായ എന്റെ മനസ്സ് നീ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം എന്റെ മകനെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. എന്റെ മകൻ എന്ത് സംഭവിച്ചാലും അതെനിക്ക് സഹിക്കാനാവില്ല. എന്റെ മകന്റെ ജീവൻ രക്ഷിക്കാനായി ഞാൻ എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാണ്. വേണ്ടി വന്നാൽ ഞാൻ എന്റെ ജീവൻ പോലും വെടിയും.
ദേവി, ആ അമ്മയുടെ വേദന ഭവതിക്ക് മനസ്സിലാകുന്നില്ലേ? കരുണ ചെയ്യൂ എന്ന് രാവിലെ മുതൽ അവർ അപേക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് നിന്റെ മനസ്സ് തട്ടുന്നില്ലേ? ആ അമ്മയുടെ വേദന മനസ്സിലാക്കി അവരോട് കരുണ കാട്ടിക്കൂടെ നിനക്ക്? അന്യായമായിട്ട് എന്റെ മകൻ മരിച്ചുപോയ വേദന ഇത്രയും കാലം ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിക്കുകയായിരുന്നു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് ഞാൻ തന്നെ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു. എന്നിട്ടിപ്പോ എന്റെ മോളുടെ ജീവിതത്തിലും വളരെ വലിയ അന്യായമാണ് നടന്നിരിക്കുന്നത്. ഇത് ഞാൻ എങ്ങനെയാണ് സഹിക്കുക പ്രഭു? ജലമില്ലാത്ത അവസ്ഥയിൽ ഭൂമിയിൽ പോലും വിള്ളൽ വീഴും പ്രഭു. ജീവനില്ലാത്ത ശില പോലും ഉളി തട്ടിയാൽ പൊട്ടിപ്പോകും പ്രഭു. അങ്ങനെയുള്ളപ്പോ ജീവനുള്ള എനിക്കിതൊക്കെ സഹിക്കാൻ എങ്ങനെയാണ് കഴിയുക? പറയൂ. അവൾ എനിക്ക് തന്ന കണ്ണീരിന് എന്റെ മനസ്സിൽ എത്ര വേദനയുണ്ടെങ്കിലും ശരി, അത് തണുപ്പിക്കാൻ അവൾക്ക് കഴിയില്ല. എന്റെ വേദന ഒരിക്കലും അവസാനിക്കില്ല. ഒരിക്കലും തീരാത്ത വേദനയാണിത്. എനിക്ക് സംഭവിച്ചത് വളരെ വലിയ ഒരു അന്യായമാണ്. ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളുടെ മുന്നിൽ മറ്റുള്ളവരുടെ കണ്ണീരോ വേദനയോ ചെവിക്കൊള്ളാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ ആശ്വസിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ദയവ് ചെയ്ത് എന്റെ മനസ്സ് മാറ്റാൻ മാത്രം ശ്രമിക്കരുത്. നമ്മളെ ആശ്രയിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നുള്ള മനസ്ഥിതി നമ്മുടെ നാഗകുലത്തിന് ചേർന്നതല്ല ഭവതി. മനുഷ്യന് ജന്മം കൊടുത്ത ബ്രഹ്മദേവന് പോലും ക്ഷേത്രം നിർമ്മിച്ച് ആരും പൂജ ചെയ്യുന്നില്ല. പക്ഷേ ജീവനെടുക്കുന്ന നാഗങ്ങൾക്ക് വേണ്ടി ക്ഷേത്രം നിർമ്മിച്ചവർ പൂജ ചെയ്യുന്നു. അതെന്താണെന്നറിയാമോ? നമ്മുടെ ശരീരത്തിൽ വിഷമുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് നിറയെ അമൃതാണെന്ന് അവർക്കറിയാം. ആ വിശ്വാസം സത്യമാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കുലം വിശേഷപ്പെട്ടതാണെന്ന് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് ഈ മനുഷ്യജാതി കുലദൈവമായി നമ്മളെ കണ്ട് പ്രാർത്ഥിച്ചു വരുന്നത്. നമ്മളെ ആശ്രയിക്കുന്നവരുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ വേദനയ്ക്ക് വേണ്ടി നമ്മുടെ ധർമ്മത്തെ നമ്മൾ മറന്നു കഴിഞ്ഞാൽ പിന്നെ നാഗകുലത്തിന് തന്നെ അത് വളരെ അപമാനകരമായിരിക്കും. ആലോചിച്ചൊരു തീരുമാനമെടുക്കൂ ദേവി. എന്റെ പ്രാർത്ഥന നീ കേൾക്കുന്നില്ലേ നാഗദേവതേ? നിന്റെ വേദന മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ സത്യത്തിൽ ഭാഗ്യം ചെയ്തവളാണമ്മേ. നിന്റെ ഭർത്താവ് എനിക്ക് പുത്രശോകം തന്ന ആളാണ്. നിന്റെ ഹൃദയം ഇപ്പോൾ നിന്റെ മകന് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സ്വന്തം മകൻ നഷ്ടപ്പെട്ട എന്റെ ഹൃദയം എത്ര വേദനിക്കുന്നുവെന്ന് നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. മക്കളുള്ള ഏതൊരമ്മമാരും മറ്റൊരമ്മയുടെ വേദന തീർച്ചയായിട്ടും മനസ്സിലാക്കൂ അമ്മേ. എന്നാൽ അവിടുന്ന് വിചാരിക്കുന്നത് പോലെ എന്റെ ഭർത്താവായാലും മകനായാലും യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിനക്കെങ്ങനെ പറയാൻ സാധിക്കും? അവര് ചെയ്തത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും അവരെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാമേ. അവര് യാതൊരു തെറ്റും ചെയ്യാത്ത നിരപരാധിയാണെന്ന് എന്റെ മനസ്സ് പറയുന്നു അമ്മേ. മനുഷ്യര് കള്ളം പറഞ്ഞാലും നമ്മുടെ ഉൾമനസ് ഒരിക്കലും കള്ളം പറയില്ല. അത് അമ്മയ്ക്ക് തന്നെ നന്നായിട്ട് അറിയാവുന്നതല്ലേ. എന്റെ മകനെ എന്നിൽ നിന്നും അകറ്റിയാൽ അതിനുശേഷം ഞാൻ എങ്ങനെ ജീവനോടെ ഇരിക്കും അമ്മേ? നിന്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ അവനോടുള്ള സ്നേഹം കൊണ്ട് നീ അവനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അന്യായമായി മരിച്ചുപോയ എന്റെ മകനോടുള്ള എന്റെ സ്നേഹം പകയായി മാറിയാൽ അതിൽ എന്ത് തെറ്റാണുള്ളത്? പുത്രവിയോഗത്തിന്റെ ദുഃഖം എന്താണെന്ന് അവിടത്തേക്ക് നന്നായിട്ട് അറിയാം. ആ വേദന മറ്റൊരമ്മയ്ക്ക് കൊടുക്കാൻ അവിടത്തേക്ക് എങ്ങനെയാ മനസ്സ് വരുന്നത്? കുട്ടികൾക്ക് സ്നേഹം പകർന്നു കൊടുക്കുന്ന ആളാ അമ്മ. ഒരമ്മയ്ക്ക് മറ്റൊരമ്മയെ മകനെ തന്നിൽ നിന്നും പിരിക്കുന്ന വേദന ആ അമ്മ മനസ്സിന് സഹിക്കാൻ പറ്റുമോ? ആശ്രയം ചോദിക്കുന്നവരെ സംരക്ഷിക്കേണ്ട അമ്മ അവരെ ശിക്ഷിക്കാൻ ശ്രമിക്കുന്നത് ധർമ്മമാണോ? ന്യായത്തിന് നിരക്കുന്നതാണോ? സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കണ്ണീര് പൊഴിക്കുന്ന സ്ത്രീകളാ എന്നെ പോലെയുള്ള അമ്മയാകുന്നത്.
എന്നെ പോലൊരു സ്ത്രീയുടെ കണ്ണീര് കണ്ട് മനസ്സലിഞ്ഞ് ഞങ്ങളിൽ കരുണ ഉണ്ടാവണം. അപ്പോഴാണ് അവിടുന്ന് യഥാർത്ഥ ദേവതയാകുന്നത്. ഞങ്ങളോട് ദയവ് തോന്നി എന്റെ മകൻ ഒരാപത്തും ഉണ്ടാവാതെ കാത്തു രക്ഷിക്കണേ അമ്മേ. ഞങ്ങളോട് ക്ഷമിച്ച് നീ തന്നെ രക്ഷിക്കണം. ഇത്രയും നേരം നീ കെഞ്ചി അപേക്ഷിച്ചതുകൊണ്ട് നിന്റെ മകനെ ഞാനൊന്നും ചെയ്യുകയില്ല എന്ന് ഞാൻ നിനക്ക് വാക്ക് നൽകുന്നു. മനുഷ്യൻ നിന്റെ അടുത്ത് വന്നാലോ നീ മനുഷ്യനടുത്ത് പോയാലോ അവന്റെ ഗന്ധം വഴി നിനക്കത് ഗ്രഹിക്കാൻ സാധിക്കും. അവൻ ആരാണെന്ന് കണ്ടുപിടിക്കുന്നതിന് എനിക്ക് ഈ ഒരു കഴിവ് മതി ഗുരുദേവ. അവന്റെ മരണം എന്റെ കൈകൾ കൊണ്ടായിരിക്കും. അവനെ ഉറപ്പായിട്ട് ഞാൻ വധിച്ചിരിക്കും. സന്തോഷമായി അമ്മേ, സമാധാനമായി എനിക്ക്. ഈ അമ്മയുടെ വേദന മനസ്സിലാക്കി അവിടുത്തെ വലിയ മനസ്സിന് കോടാനുകോടി പ്രണാമം. പക്ഷേ നീ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. പറഞ്ഞോളൂ അമ്മേ. ആകാശത്തിലൂടെ പറക്കുന്ന പരുന്തിനെ കണ്ട് കോഴി പോലും തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ഒതുക്കി രക്ഷിക്കാൻ ശ്രമിക്കും. അതെ അമ്മേ. ഇലയരങ്ങിൽ കേൾക്കുന്ന ശബ്ദം പോലും കേട്ട് പേടിക്കുന്ന പ്രാണികൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആപത്ത് വരുമെന്ന് മനസ്സിലാക്കിയാൽ ശത്രുവിനോട് യുദ്ധം ചെയ്യും. ശരിയാണമ്മേ. അങ്ങനെയാണെങ്കിൽ തങ്ങളുടെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുന്നവരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിൽ തെറ്റുണ്ടാവില്ലല്ലോ അല്ലേ? അതൊരമ്മയുടെ കടമയാണെന്ന് നിനക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതുകൊണ്ട് തന്നെ ഒരമ്മ അത് മറക്കുകയുമില്ല, ക്ഷമിക്കുകയുമില്ല. നിന്റെ മകനെ ഞാനൊന്നും ചെയ്യിക്കില്ല എന്ന് നിനക്ക് വാക്ക് തന്നെങ്കിൽ കൂടിയും എന്റെ മകനെ കൊന്നവനെ ഞാൻ ഒരു കാലത്തും വെറുതെ വിടുകയില്ല. എന്റെ മകൾ സ്നേഹിച്ച എന്റെ മരുമകനെ ഒരു മനുഷ്യൻ കൊല ചെയ്തു. ഞാനും എന്റെ മകളും അതാരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. അത് മനസ്സിലാക്കുന്ന അടുത്ത നിമിഷത്തിൽ തന്നെ ഞാനോ എന്റെ മകളോ ഞങ്ങളിൽ ആരെങ്കിലും അവനെ കൊന്നുകളയും. നിന്റെ മകനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് കൊണ്ട് അതോർത്ത് നീ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്റെ മകളെ ദ്രോഹിച്ചവൻ ആരായിരുന്നാലും അവനെ ഞാൻ ഒരിക്കലും വെറുതെ വിടുകയില്ല. എന്റെ പ്രാർത്ഥന കേട്ട് അലിവ് തോന്നി അനുഗ്രഹിച്ച അമ്മയെ ഞാൻ ഒരു കാലത്തും മറക്കില്ല. ഞാനിങ്ങ് വന്നില്ലേ? എന്നെ നോക്കാതെ ഫോട്ടോ നോക്കിയിരിക്കുന്നതിനാ. ഇത്രയും നാളെ ചേട്ടനില്ലായിരുന്നത് കൊണ്ട് ഞാൻ ഈ ഫോട്ടോ നോക്കിയിട്ടാ എന്റെ വേദനകൾ പറഞ്ഞിരുന്നത്.
ഇനി അതിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ ഈ ഫോട്ടോ നോക്കി പറയുമായിരുന്നു. ജീവിതകാലം മുഴുവൻ നിനക്ക് ഞാൻ കൂട്ടായിരിക്കുമെന്ന് നമ്മുടെ വിവാഹ ദിവസം ദൈവത്തെ സാക്ഷിയാക്കി തനിക്ക് വാക്ക് തന്നതല്ല ഞാൻ. അങ്ങനെ വാക്ക് തന്നവൻ പെട്ടെന്നൊരു ദിവസം മരിച്ചു പോയാൽ അതിന്റെ വേദന എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവും കൗസല്യേ. ഇത്രയും നാളും നിങ്ങളെല്ലാവരെയും വിട്ടിട്ട് എവിടെയോ ബന്ദിയാക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഞാൻ ജീവനോടുണ്ടെന്ന് നിങ്ങളോട് പറയാൻ കഴിയാതെ, നിങ്ങളെ സമാധാനിപ്പിച്ച് ധൈര്യം തരാൻ കഴിയാതെ പോയി. നിങ്ങളെക്കാളേറെ ഞാനാണ് ഒരുപാട് വിഷമിച്ചത്. പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന വേദനയും വേവലാതികളൊക്കെ അധികമായി മനസ്സിന് ഭാരമാവും. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നടന്നതൊക്കെ നടന്നു. ഇനിയെല്ലാം മറന്നേക്ക് കൗസല്യ. ഏട്ടൻ തിരികെ വന്നതിന്റെ സന്തോഷവും ഞാൻ പിന്നെ സുമംഗലയായതിന്റെ ആനന്ദവും ഇതൊക്കെ ഏട്ടനോട് എങ്ങനെയാ പറഞ്ഞറിയിക്കാന്ന് എനിക്കറിയില്ല. അറിയില്ലെന്നോ? അതിപ്പോ എങ്ങനെയാ പറയാ? ഇങ്ങനെ പറയണം. അയ്യേ, ആരെയും കാണും ഏട്ടൻ. വീട്ട് എന്താ എന്താ ഇത്? അത്രയ്ക്ക് കാണാം? ഏട്ടാ ആരെയും കാണും. കണ്ണടക്കി കണ്ണടക്കി. ഏട്ടാ ഏട്ടാ, ഞങ്ങള് രണ്ടുപേരും അകത്തേക്ക് വന്നോട്ടെ. എന്റെ ചേട്ടാ, ഡോണ്ട് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾ കട്ടുറുമ്പായിട്ട് കേറി വരില്ലായിരുന്നല്ലോ. അത് പിന്നെ കണ്ണില് പൊടി വീണപ്പോ പൊടി എടുക്കാൻ വന്നപ്പോ അത് കണ്ണില് എടുത്തപ്പോ പോയപ്പോ എന്തോ ഒന്ന്. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. വേഗം വാ, കഴിക്കാം. വാ ഭവാനി, ഒരു മിനിറ്റ്. എന്താ ഏട്ടത്തി? നിന്നെ കുറിച്ച് ഏട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ പറയേണ്ടത് ഏട്ടത്തി?